നെക്സ്റ്റ് വൺ മോഡ്യൂൾ 1 ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിർച്ച്ലെറ്റ്സ് ഇൻ്റഗ്രൽ. അപ്പോൾ ഡിർച്ച്ലെറ്റ്സ് ഇൻ്റഗ്രലിൽ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഒന്ന് ഡബിൾ ഇൻ്റഗ്രലും ട്രിപ്പിൾ ഇൻ്റഗ്രലും. ഡബിൾ ഇൻ്റഗ്രലിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രൂവ് ദാറ്റ് ഡബിൾ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൽ മൈനസ് 1 വൈ റേസ് ടു എം മൈനസ് 1 ഡി എക്സ് ഡി വൈ സീക്വൽ ടു ഗാമ എൽ ഗാമ എം ഡിവൈഡഡ് ബൈ ഗാമ എൽ പ്ലസ് എം പ്ലസ് 1 എച്ച് റേസ് ടു എൽ പ്ലസ് എം, where D is the domain, x greater than or equal to 0, y greater than or equal to 0, and x plus y less than or equal to h. Dirchlets integral of triple integral ആണ്. Triple integral v x raised to l minus 1, y raised to m minus 1, z raised to n minus 1, dx dy dz is equal to gamma l gamma m gamma n, where v divided by gamma l plus m plus n plus 1, where v is the region, x greater than or equal to 0, y greater than or equal to 0, z greater than or equal to 0, and x plus y plus z less than or equal to 1. ഈ രണ്ട് റിസൾട്ടുമാണ് ഡിർച്ച്ലെറ്റ്സ് ഇൻ്റഗ്രൽ. ഇപ്പോൾ ഡിർച്ച്ലെറ്റ്സ് ഇൻ്റഗ്രൽ എന്ന് ചോദിച്ചാൽ ഈ രണ്ട് റിസൾട്ടും കൂടെ ചേർത്ത് വേണം എഴുതാൻ. ഇപ്പോൾ ഫസ്റ്റ് വൺ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷനാണ്. പുട്ട് എക്സ് ബൈ എച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ്, വൈ ബൈ എച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ വൈ, എച്ച് ഇസ് ഈക്വൽ ടു എച്ച് എച്ച്, y equal to hy. ഇപ്പോൾ dx is equal to h into dx, dy equal to h into dy. അപ്പോൾ തന്നിരിക്കുന്ന ഡൊമൈൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി ആണ്. എല്ലാം എക്സും വൈയിലോട്ട് ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയിലോട്ട് ചേഞ്ച് ആവുമ്പോൾ നമ്മുടെ ഡൊമൈനും ചേഞ്ച് ആവും ക്യാപിറ്റൽ ഡി ഡാഷിലോട്ട്. അപ്പോൾ നമ്മുടെ റീജിയൻ എന്തായിരിക്കും മാറുന്നത്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ആൻഡ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അത് എന്തുകൊണ്ടാണ്? എക്സ് ബൈ എച്ച് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ് ആണ്. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് എച്ച്, എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ക്യാപിറ്റൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് ബൈ എച്ച് പ്ലസ് വൈ ബൈ എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൽ മൈനസ് 1 വൈ റേസ് ടു എം മൈനസ് 1 ഡി എക്സ് ഡി വൈ. ഇപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഡി ഡാഷ് എക്സ് എച്ച് ദ ഹോൾ റേസ് ടു എൽ മൈനസ് 1 yh the whole raised to m minus 1 h square dx dy. അപ്പോൾ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എ ബി ദ ഹോൾ റേസ് ടു എം എൻ അറിയാം, എ റേസ് ടു എം ഇൻ ടു ബി റേസ് ടു എൻ, അങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ എച്ച് എച്ച് ദ ഹോൾ റേസ് ടു എൽ മൈനസ് 1നെ എച്ച് റേസ് ടു എൽ മൈനസ് 1 എച്ച് റേസ് ടു എൽ മൈനസ് 1, അതുപോലെ വൈ എച്ച് ദ ഹോൾ റേസ് ടു എം മൈനസ് 1നെ വൈ റേസ് ടു എം മൈനസ് 1 എച്ച് റേസ് ടു എം മൈനസ് 1. അപ്പോൾ എച്ച് റേസ് ടു എൽ മൈനസ് 1 വൈ റേസ് ടു എം മൈനസ് 1, അപ്പോൾ എച്ച് റേസ് ടു എൽ മൈനസ് 1 എച്ച് റേസ് ടു എം മൈനസ് 1, അപ്പോൾ എച്ച് റേസ് ടു എൽ പ്ലസ് എം മൈനസ് 2 എന്ന് വരും. ആ മൈനസ് 2 പ്ലസ് 2 കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെയാണ് എച്ച് റേസ് ടു എൽ പ്ലസ് എമ്മിനെ പുറത്തെടുത്തിരിക്കുന്നത്. ഇനി ഡബിൾ ഇൻ്റഗ്രൽ എച്ച് റേസ് ടു എൽ മൈനസ് 1 വൈ റേസ് ടു എം മൈനസ് 1 ഡി എക്സ് ഡി വൈ എന്ന് വരും. ഇനി നിങ്ങൾ മൾട്ടിപ്പിൾ ഇൻ്റഗ്രലിൽ ഡബിൾ ഇൻ്റഗ്രൽ പഠിക്കുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഡി എക്സ് ഡി വൈ ആണെങ്കിൽ ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണ്, ഡി വൈ ഡി എക്സ് ആണെങ്കിൽ വെർട്ടിക്കൽ സ്ട്രിപ്പാണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ആണെങ്കിൽ y1 y2 ഫംഗ്ഷൻ ഓഫ് എക്സും x1 x2 കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഡി ബൈ ഡി എക്സ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആണെങ്കിൽ ഒരു ഇൻ്റർസെപ്റ്റ് ഫോമിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ y1 y2 ഫംഗ്ഷൻ ഓഫ് എക്സ്, അപ്പോൾ 0 to 1 മൈനസ് എക്സ്. ഇനി x1 x2 കോൺസ്റ്റൻസ് ആണെങ്കിലോ 0 to 1. ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to 1 മൈനസ് എക്സ് എക്സ് റേസ് ടു എൽ മൈനസ് 1 വൈ റേസ് ടു എം മൈനസ് എം ഡി വൈ ഡി എക്സ്. അപ്പോൾ എക്സ് റേസ് ടു എൽ പ്ലസ് എം ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു എൽ മൈനസ് എം. ഇനി ഇൻ്റഗ്രൽ വൈ റേസ് ടു എം മൈനസ് 1 എന്ന് പറയുന്നത് വൈ റേസ് ടു എം ഡിവൈഡഡ് ബൈ എം ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 1 മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ എക്സ് റേസ് ടു എൽ പ്ലസ് എം ഡിവൈഡഡ് ബൈ എം ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു എൽ മൈനസ് 1. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആണെങ്കിൽ വൈ എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് ആണ്. അപ്പോൾ 1 മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു എം ടു ഡി എക്സ്. h raised to l plus m divided by m integral 0 to 1 h raised to l minus 1 1 minus h the whole raised to എമ്മിനെ നമുക്കിങ്ങനെ എഴുതാം എം പ്ലസ് 1 മൈനസ് 1. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്? ബീറ്റ ഫംഗ്ഷനിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്. ബൈ ഡെഫിനേഷൻ ഓഫ് ബീറ്റ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കറിയാം ഇൻ്റഗ്രൽ 0 to 1 എച്ച് റേസ് ടു എം മൈനസ് 1 1 മൈനസ് എച്ച് റേസ് ടു എൻ മൈനസ് 1 ഡി എക്സ് ആണ്. അപ്പോൾ എച്ച് റേസ് ടു എൽ പ്ലസ് എം ഡിവൈഡഡ് ബൈ എം ബീറ്റ എൽ എം പ്ലസ് 1. ഇപ്പോൾ എച്ച് റേസ് ടു എൽ പ്ലസ് എം ഡിവൈഡഡ് ബൈ എം.
ഇനി ബീറ്റ എൽ എം പ്ലസ് വൺ എന്ന് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ബീറ്റ ആൻഡ് ഗാമ ഫംഗ്ഷൻ ഒരു ഫോർമുല ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഗാമ എൽ ഇൻറ്റു ഗാമ എം പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ഗാമ എൽ പ്ലസ് എം പ്ലസ് വൺ. അപ്പോൾ എക്സ് റേസ് ടു എൽ പ്ലസ് എം ഡിവൈഡഡ് ബൈ എം ഗാമ എൽ ഇൻറ്റു ഗാമ എം പ്ലസ് വൺ എന്ന് പറയുന്നത് എന്താണ്? എം ഇൻറ്റു ഗാമ എം ഡിവൈഡഡ് ബൈ ഗാമ എൽ പ്ലസ് എം പ്ലസ് വൺ. ഇപ്പോൾ ഗാമ എം അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ എക്സ് റേസ് ടു എൽ പ്ലസ് എം ഗാമ എം ഡിവൈഡഡ് ബൈ ഗാമ എൽ പ്ലസ് എം പ്ലസ് വൺ. ഇതാണ് ഡിർച്ച്ലേറ്റ്സ് ഇൻ്റഗ്രൽ ഓഫ് ഡബിൾ ഇൻ്റഗ്രൽ. ഇനി സെക്കൻഡ് വൺ ഡിർച്ച്ലേറ്റ്സ് ഇൻ്റഗ്രൽ ഓഫ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ. അതെങ്ങനെ പ്രൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് y പ്ലസ് ഇസെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. അതിനെ h എന്ന് നമുക്ക് കൊടുക്കുക. അപ്പോൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൽ മൈനസ് വൺ y raised to m minus 1 z raised to n minus 1 dx dy dz. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to 1 minus x ഇൻ്റഗ്രൽ 0 to 1 minus x minus y x raised to l minus 1 y raised to m minus 1 z raised to n minus 1 dz dy dx. ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to h 1 മൈനസ് എച്ചിനെ നമ്മൾ h എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 0 to h. അപ്പോൾ ഇൻ്റഗ്രൽ 0 to h മൈനസ് വൈ എച്ച് റേസ് ടു എൽ മൈനസ് 1 y റേസ് ടു m മൈനസ് 1 z റേസ് ടു n മൈനസ് 1 dz dy dx. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 h റേസ് ടു എൽ മൈനസ് 1 അതിനെ പുറത്തെടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ 0 to h ഇൻ്റഗ്രൽ 0 to h മൈനസ് y റേസ് ടു m മൈനസ് 1 z റേസ് ടു n മൈനസ് 1 dz dy into dx. ഇൻ്റഗ്രൽ 0 to 1 h റേസ് ടു l മൈനസ് 1. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഗാമ എം ഇൻറ്റു ഗാമ എൻ ഡിവൈഡഡ് ബൈ ഗാമ എം പ്ലസ് എൻ പ്ലസ് വൺ ആണ്. അത് ബൈ നമ്മൾ ഫസ്റ്റ് വൺ പ്രൂവ് ചെയ്തല്ലോ, ആ ഫോർമുലയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഗാമ എം ഇൻറ്റു ഗാമ എൻ ഡിവൈഡഡ് ബൈ ഗാമ എം പ്ലസ് എൻ പ്ലസ് വൺ എച്ച് റേസ് ടു എം പ്ലസ് എൻ ഇൻറ്റു ഡി എക്സ്. ഗാമ എൻ ഡിവൈഡഡ് ബൈ ഗാമ എം പ്ലസ് എൻ പ്ലസ് വൺ ഇൻ്റഗ്രൽ 0 to 1 എച്ച് റേസ് ടു എൽ മൈനസ് 1. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് ആണ്. അപ്പോൾ 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു എം പ്ലസ് എൻ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഗാമ എം ഇൻറ്റു ഗാമ എൻ ഡിവൈഡഡ് ബൈ ഗാമ എം പ്ലസ് എൻ പ്ലസ് 1 ഇൻ്റഗ്രൽ 0 to 1 എച്ച് റേസ് ടു എൽ മൈനസ് 1 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു എം പ്ലസ് എൻ പ്ലസ് 1 മൈനസ് 1. ബീറ്റ ഫംഗ്ഷനിലോട്ട് കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ ഗാമ എം ഇൻറ്റു ഗാമ എൻ ഡിവൈഡഡ് ബൈ ഗാമ എം പ്ലസ് എൻ പ്ലസ് 1 ഗാമ എൽ ഇൻറ്റു ഗാമ എം പ്ലസ് എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഗാമ എൽ പ്ലസ് എം പ്ലസ് എൻ പ്ലസ് 1. ആ മൈനസ് 1ഉം പ്ലസ് 1ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോവും. ഇപ്പോൾ ഗാമ എം പ്ലസ് എൻ പ്ലസ് 1 അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. ഇപ്പോൾ ഗാമ എൽ ഇൻറ്റു ഗാമ എം ഇൻറ്റു ഗാമ എൻ ഡിവൈഡഡ് ബൈ ഗാമ എൽ പ്ലസ് എം പ്ലസ് എൻ പ്ലസ് 1. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എം മൈനസ് 1 y റേസ് ടു n മൈനസ് 1 dx dy ഓവർ ദി പോസിറ്റീവ് ക്വാഡ്രൻറ്റ് ഓഫ് ദി എലിപ്സ് എച്ച് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ഇൻ ടേംസ് ഓഫ് ബീറ്റ ഫംഗ്ഷൻ. ഇപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷനാണ്. എച്ച് സ്ക്വയർ ബൈ എ സ്ക്വയറിന് ക്യാപിറ്റൽ എക്സ് എന്ന് കൊടുക്കുക. വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ വൈ ആണ്. അപ്പോൾ എക്സ് ബൈ എ എന്തായിരിക്കും? റൂട്ട് എക്സ്. വൈ ബൈ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് വൈ. ഡി എക്സ് എന്താണ്? എ ബൈ 2 റൂട്ട് എക്സ് ഇൻറ്റു ഡി എക്സ്. ഡി വൈ ഈക്വൽ ടു ബി ബൈ 2 റൂട്ട് വൈ ഇൻറ്റു ഡി വൈ. ഇപ്പോൾ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു എ ബി ബൈ 4 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. ഈ ഗിവൺ എലിപ്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. ഇത് എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ അത് സ്ട്രേറ്റ് ലൈൻ ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ആണ്. അതുപോലെ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണെങ്കിൽ വൈ ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആയിട്ട് അത് മാറും. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എം മൈനസ് 1 വൈ റേസ് ടു എൻ മൈനസ് 1 ഡി എക്സ് ഡി വൈ. ഇവിടെ ഡി എക്സ് ഡി വൈ ഹൊറിസോണ്ടൽ സ്ട്രിപ്പിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് 1 എക്സ് 2 ഫംഗ്ഷൻ ഓഫ് ഫൈയും പൈ 1 പൈ 2 കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to 1 മൈനസ് വൈ എ റൂട്ട് എക്സ് ദ ഹോൾ റേസ് ടു എം മൈനസ് 1 ബി റൂട്ട് വൈ ദ ഹോൾ റേസ് ടു എൻ മൈനസ് 1 എ ബി ബൈ 4 റൂട്ട് എക്സ് വൈ ഡി എക്സ് ഡി വൈ. ഇപ്പോൾ എ റേസ് ടു എം ബി റേസ് ടു എൻ ഡിവൈഡഡ് ബൈ 4
integral 0 to 1, integral 0 to 1 minus y, x raised to m by 2 minus 1, y raised to n by 2 minus 1, x raised to m minus 1 by 2 divided by 1 by 2 എന്ന് വരും. x raised to 1 by 2 എന്നുണ്ട്, അപ്പോൾ മൈനസ് 1 by 2 അങ്ങനെയാണ് അത് വരുന്നത്. x raised to m by 2 minus 1, അതുപോലെ y raised to n by 2 minus 1 into dx dy. p a raised to m p raised to n divided by 4, integral 0 to 1 y raised to n by 2 minus 1. ഇനി ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എം ബൈ 2 മൈനസ് 1 അതിന് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതാണ്. എക്സ് റേസ് ടു എം ബൈ 2 ഡിവൈഡഡ് ബൈ എം ബൈ 2 ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 1 മൈനസ് വൈ ഡി വൈ. ഇപ്പോൾ 2 എ റേസ് ടു എം ബി റേസ് ടു എൻ ഡിവൈഡഡ് ബൈ 4m. ഇപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 y റേസ് ടു n ബൈ 2 മൈനസ് 1 1 മൈനസ് വൈ ദ ഹോൾ റേസ് ടു m ബൈ 2 ഇൻറ്റു ഡി വൈ. ഇപ്പോൾ എ റേസ് ടു എം ബി റേസ് ടു n ബൈ 2m, ഇൻ്റഗ്രൽ 0 to 1 y raised to n by 2 minus 1 1 minus y the whole raised to m by 2 plus 1 minus 1 into dy is equal to a raised to m b raised to n by 4 beta of n by 2 m by 2 plus 1. അപ്പോൾ തന്നിരിക്കുന്ന ഗിവൺ ഫംഗ്ഷനെ ബീറ്റ ഫംഗ്ഷനിലോട്ട് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളിവിടെ എഴുതിയിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. തേർഡ് ക്വസ്റ്റ്യൻ, the plane x by a plus y by b plus z by c equal to 1 meets the axes in a, b and c. Apply Dirchlets integral to find the volume of the tetrahedron OABC. Also find its mass of the density at any point is kxyz. Substitution ആണ്. Put x by a equal to u, y by b equal to v and z by c equal to w. Then u greater than or equal to 0, v greater than or equal to 0, w greater than or equal to 0 and u plus v plus w less than or equal to 1. വോളിയമിൻ്റെ കണ്ടീഷനാണ്, അത് നേരത്തെ പ്രൂവ് ചെയ്തതാണ്. ഓൾസോ dx equal to a du, dy equal to b dv and dz equal to cw. ഇപ്പോൾ വോളിയം OABC is equal to triple integral dx dy dz. Triple integral ABC ABC du dv dw where u plus v plus w less than or equal to 1. ഇപ്പോൾ ഇവിടെ നിന്ന് ABC അങ്ങ് പുറത്തെടുക്കുക. ട്രിപ്പിൾ ഇൻ്റഗ്രൽ u raised to 1 minus 1 ആ ഫോമിലാക്കണം. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ആയതുകൊണ്ടാണ് ആ ഫോം വരുന്നത്. x raised to l minus 1, y raised to m minus 1, z raised to n minus 1 ആണ്. അപ്പോൾ ഇവിടെ u raised to 1 minus 1, v raised to 1 minus 1, w raised to 1 minus 1, du dv dw. ABC into gamma 1 into gamma 1 into gamma 1 divided by gamma 1 plus 1 plus 1 plus 1. ABC divided by 3 factorial is equal to ABC divided by 6. Next mass ആണ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ kxy z dx dy dz. ഇപ്പോൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ k ഇൻറ്റു എ യു ബി വി സി ഡബ്ല്യു എ ബി സി ഡി യു ഡി വി ഡി ഡബ്ല്യു. ഇപ്പോൾ k a സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ട്രിപ്പിൾ ഇൻ്റഗ്രൽ. ഇവിടെ u raised to 1, v raised to 1, w raised to 1 ആണ്. അപ്പോൾ നമുക്ക് u raised to l minus 1, v raised to m minus 1, z raised to n minus 1 ആ ഫോമിലോട്ട് മാറ്റണം. അപ്പോൾ u raised to 2 minus 1, v raised to 2 minus 1, w raised to 2 minus 1, du dv dw. ഇപ്പോൾ k a സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ഗാമ 2 ഗാമ 2 ഗാമ 2 ഡിവൈഡഡ് ബൈ ഗാമ 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 1. ഇപ്പോൾ k a സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഗാമ 7 എന്നാണ് വരുന്നത്. അപ്പോൾ 6 ഫാക്ടോറിയൽ. അപ്പോൾ k a സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 720.